Phylum Coleophora, also known as Infusoria. Coleophora phylum എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ഹൈലി ഡൈവേഴ്സ് സീലിയ ബെയറിംഗ് ബൈന്യൂക്ലിയേറ്റ് or മൾട്ടിന്യൂക്ലിയേറ്റ് പ്രൊട്ടിസ്റ്റ്. സീലിയോഫോറയിലുള്ള ഓർഗാനിസത്തിന് കോമൺലി വിളിക്കുന്നത് സീലിയേറ്റ്സ് എന്നാണ്. നെക്സ്റ്റ്, അബൌട്ട് ദ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഫൈലം. സീലിയോഫോറയിൽ വരുന്ന ഓർഗാനിസത്തിന്റെ ബോഡി എന്ന് പറയുന്നത് സിമെട്രിക്കൽ ആയിരിക്കും, അല്ലെങ്കിൽ നിയർലി സിമെട്രിക്കൽ ബോഡി ആയിരിക്കും. ആൻഡ് ദേ ഹാവ് ഡെഫിനിറ്റ് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ എൻഡ്. ദെൻ അവർക്കൊരു പെർമനൻറ്റ് ഷേപ്പ് ഉണ്ടാകും അവരുടെ ബോഡിക്ക്. ദെൻ അവരുടെ ബോഡി കവർ ചെയ്തിരിക്കുന്ന സ്ട്രക്ചറിന്റെ പേരാണ് പെല്ലിക്കിൾ. പെല്ലിക്കിളിന് ഒരു ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, ദെൻ ഒരു ഇന്നർ ആൽവിയോളാർ ലെയറും ഉണ്ട്. ദെൻ ഫൈലം സീലിയോഫോറ എന്ന് പറയുന്നത് സീലിയ ബെയറിംഗ് ആയിട്ടുള്ള ഫൈലമാണ്. സോ ത്രൂ ഔട്ട് ദ ലൈഫ് അവർക്ക് സീലിയ പ്രസന്റ് ആയിരിക്കും. സീലിയാണ് അവരുടെ ലോക്കോമോട്ടർ, ഫുഡ് കളക്റ്റിംഗ് ആൻഡ് ഇൻജസ്റ്റേറ്ററി ഓർഗനൽസ് എന്ന് പറയുന്നത്. സോ സീലിയ യൂസ് ചെയ്തിട്ടാണ് അവർ മൂവ് ചെയ്യുന്നതും ഫുഡ് കളക്ട് ചെയ്യുന്നതും, അതേപോലെ കളക്ട് ചെയ്ത ഫുഡ് മൗത്തിലേക്ക് ഇൻജസ്റ്റ് ചെയ്യുന്നതും സീലിയ യൂസ് ചെയ്തിട്ടാണ്. ദെൻ പെല്ലിക്കിളിന്റെ താഴെയായിട്ട് ദേ ഹാവ് എ കോംപ്ലക്സ് ഫൈബ്രില്ലാർ ഇൻഫ്രാസീലിയറി അപ്പാരറ്റസ്. ഈ ഇൻഫ്രാസീലിയറി അപ്പാരറ്റസിന് രണ്ട് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ദേ ആർ കൈനറ്റോസോംസ് ആൻഡ് കൈനറ്റോഡെസ്മേറ്റ. ദെൻ ഇവരുടെ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ഔട്ടർ കോർട്ടെക്സ് ആൻഡ് ഇന്നർ മെഡുല്ല. സൈറ്റോപ്ലാസത്തിന്റെ ഔട്ടർ പോർഷനെയാണ് കോർട്ടെക്സ് അല്ലെങ്കിൽ എക്ടോപ്ലാസം എന്ന് വിളിക്കുന്നത്. ഇന്നർ പോർഷനെയാണ് മെഡുല്ല അല്ലെങ്കിൽ എൻഡോപ്ലാസം എന്ന് വിളിക്കുന്നത്. യൂക്യാരിയോട്സിൽ പ്രസന്റ് ആയിട്ടുള്ള മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സിനെയാണ് എക്സ്ട്രൂസോംസ് എന്ന് വിളിക്കുന്നത്. സീലിയോഫോറയിലുള്ള ഓർഗാനിസത്തിന് സാക്യുലർ എക്സ്ട്രൂസോംസ് പ്രസന്റ് ആണ്. ആൻഡ് ദേ ആർ കോൾഡ് ട്രൈക്കോസിസ്റ്റ്. ഈ ട്രൈക്കോസിസ്റ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഓർഗാനിസത്തിന് ഏതെങ്കിലും ഒരു സർഫസിൽ വന്നിട്ട് അഡ്ഹസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, അതേപോലെ ഡിഫെൻസിനും ഹെൽപ്പ് ചെയ്യും. സോ ട്രൈക്കോസിസ്റ്റ് ആർ ഹെൽപ്ഫുൾ ഫോർ അഡ്ഹഷൻ, ആങ്കറേജ് ആൻഡ് ഡിഫെൻസ്. സീലിയോഫോറയിലുള്ള ഫ്രീ ലിവിംഗ് ആയിട്ടുള്ള ഫോംസിന് ഇൻജസ്റ്റേറ്ററി അല്ലെങ്കിൽ ഫുഡ് കളക്റ്റിംഗ് അപ്പാരറ്റസ് ഉണ്ടാവും, ഫുഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഫൈലം സീലിയോഫോറയ്ക്ക് ഹെട്രോകാരിയോട്ടിക് ആൻഡ് ഡൈമോർഫിക് ന്യൂക്ലിയർ അപ്പാരറ്റസ് ഉണ്ടാവും. ഹെട്രോകാരിയോട്ടിക് മീൻസ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. ഡൈമോർഫിക് ന്യൂക്ലിയർ അപ്പാരറ്റസ് മീൻസ് രണ്ട് തരത്തിലുള്ള ന്യൂക്ലിയസ്. ഒരെണ്ണം ചെറിയ മൈക്രോ ന്യൂക്ലിയസും ഒന്ന് വലിയ മാക്രോ ന്യൂക്ലിയാണ് ഉണ്ടാവുന്നത്. മൈക്രോ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു ഡിപ്ലോയിഡ് ജനറേറ്റീവ് ന്യൂക്ലിയസ് ആണ് വിച്ച് കൺട്രോൾസ് റീപ്രൊഡക്ഷൻ. വേറാസ് മാക്രോ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു പോളിപ്ലോയിഡ് സൊമാറ്റിക് ന്യൂക്ലിയസ് ആണ് വിച്ച് കൺട്രോൾസ് മെറ്റബോളിസം. സോ ഡൈമോർഫിക് ആയിട്ടുള്ള ന്യൂക്ലിയർ അപ്പാരറ്റസ് ആണ് ഒന്ന് മൈക്രോ ന്യൂക്ലിയസും മാക്രോ ന്യൂക്ലിയസും. മൈക്രോ ന്യൂക്ലിയസ് റീപ്രൊഡക്ഷൻ ആണ് കൺട്രോൾ ചെയ്യുന്നത്, മാക്രോ ന്യൂക്ലിയ കൺട്രോൾസ് മെറ്റബോളിസം. ദെൻ ഇവരുടെ ന്യൂട്രീഷൻ ഫ്രീ ലിവിംഗ് ഫോംസിൽ ഹോളോസോയിക്കും പാരസൈറ്റ്സിൽ സാപ്രോട്രോഫിക്കുമാണ്. ഹോളോസോയിക് മീൻസ് മൗത്തിലൂടെ ഫുഡ് ഇൻടേക്ക് ചെയ്ത് കഴിക്കുന്ന ആൾക്കാരാണ് ഹോളോസോയിക് ഓർഗാനിസംസ്. സോ ഫ്രീ ലിവിംഗ് ഫോംസ് ആയിട്ടുള്ള സീലിയോഫോറയിൽ വരുന്ന ആൾക്കാരാണ് ഹോളോസോയിക് ന്യൂട്രീഷൻ ഫോളോ ചെയ്യുന്നത്. ദെൻ പാരസൈറ്റ്സ്, അതായത് വേറെ ഏതെങ്കിലും ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർ, അതായത് അവരുടെ ബോഡിയിൽ ഒന്നില്ലെങ്കിൽ ബോഡിയുടെ സർഫസിലോ അല്ലെങ്കിൽ ബോഡിയുടെ അകത്തോ എക്ടോ അല്ലെങ്കിൽ എൻഡോ പാരസൈറ്റ്സ് ആയിട്ട് കാണാം. അവർ സാപ്രോട്രോഫിക് ആയിട്ടുള്ള ന്യൂട്രീഷൻ, അതായത് ഡെഡ് ആൻഡ് ഡീക്കേഡ് ഓർഗാനിക് മാറ്ററിൽ നിന്നാണ് അവർ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നത്. അങ്ങനെയുള്ള മോഡ് ഓഫ് ന്യൂട്രീഷനാണ് നമ്മൾ സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ ബൈനറി ഫിഷൻ വഴിയായിട്ടാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ദെൻ ഇവരുടെ ന്യൂക്ലിയർ റീഓർഗനൈസേഷൻ നടക്കുന്നത് കുറച്ച് പാരാസെക്ഷൽ പ്രോസസ്സിലൂടെയാണ്. പാരാസെക്ഷൽ പ്രോസസ്സിന് എക്സാമ്പിൾ ആണ് കോൺജുഗേഷൻ, എൻഡോമിക്സിസ്, ഹെമിക്സിസ് ആൻഡ് ഓട്ടോഗമി. പാരാസെക്ഷൽ പ്രോസസ് മീൻസ് ഏതെങ്കിലും സെക്ഷൽ സ്ട്രക്ചേഴ്സിന്റെ ഹെൽപ്പോടുകൂടി അല്ലാതെ അല്ലെങ്കിൽ മിയോസിസ് നടക്കാതെ ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ് പാരാസെക്ഷൽ മെത്തേഡ്. അങ്ങനെയുള്ള മെത്തേഡ്സ് ആണ് കോൺജുഗേഷൻ, എൻഡോമിക്സിസ് എക്സെട്ര. അബൌട്ട് 8000 സ്പീഷീസ് ഓഫ് സീലിയേറ്റ്സ് ഉണ്ട്. അതിൽ തന്നെ ഫ്രീ ലിവിംഗ് ആയിട്ടുള്ള സീലിയേറ്റ്സ് ഉണ്ട്, പാരസൈറ്റിക് ഫോംസും ഉണ്ട്. ഫ്രീ ലിവിംഗ് ആയിട്ടുള്ള ഫോംസ് സോൾട്ട് വാട്ടർ, ഫ്രഷ് വാട്ടർ, മോയിസ്റ്റ് സോയിൽ, അന്റാർട്ടിക് ഐസ് ഇങ്ങനെയുള്ള ഹാബിറ്റാറ്റ്സിലൊക്കെ ജീവിക്കാനായിട്ട് അഡാപ്റ്റഡ് ആയിരിക്കും. സീലിയോഫോറയിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് പാരമീഷ്യം,
Vorticella, Belantidium, etc. Then phylum Coeliophora വരുന്ന എക്സാമ്പിൾ ആണ് Vorticella. Vorticellaനെ കണ്ടാൽ തന്നെ അറിയാം ഇതൊരു ബെൽ ഷേപ്ഡ് ബോഡിയാണ്. So popularly Vorticella is known as bell animalcule. Then ഇതിനൊരു സ്റ്റോക്ക് ഉണ്ടാവും. ദെൻ ഇവർ സോളിറ്ററി ആയിരിക്കും, അതായത് കൊളോണിയൽ ആയിട്ട്, അതായത് ഒരുപാട് മെമ്പേഴ്സ് കൂടിയായിരിക്കില്ല കാണുന്നത്, ഇൻഡിവിജ്വൽ ആയിട്ടായിരിക്കും കാണുന്നത്. ദെൻ സെസൈൽ ആയിരിക്കും. സെസൈൽ മീൻസ് ഒരു പ്ലേസിൽ ഫിക്സഡ് ആയിട്ടായിരിക്കും കാണുന്നത്, മൂവബിൾ ആയിരിക്കില്ല. ആൻഡ് ദേ ആർ ഫ്രഷ് വാട്ടർ സീലിയോഫോറൻ പ്രൊട്ടിസ്റ്റ്. സോ Vorticella is a stalked, solitary, sessile and freshwater coeliophorine protist with a bell-shaped body. ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഹൈലി കോൺട്രാക്റ്റൈൽ ആയിട്ടുള്ള സ്റ്റോക്കാണ്. സോ ഈ സ്റ്റോക്കിൻ്റെ ഹെൽപ്പോട് കൂടിയായിട്ടാണ് ഇവർ ഏതെങ്കിലും ഒരു സബ്മേർജ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിൽ അറ്റാച്ച് ചെയ്ത് കാണുന്നത്. ദെൻ ഇവരുടെ ബോഡി എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പെല്ലിക്കിൾ വെച്ച് കവേർഡ് ആയിരിക്കും. ഇതാണ് ഇവരുടെ ഓറൽ റീജിയൻ അല്ലെങ്കിൽ മൗത്ത് റീജിയൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു എൻലാർജ്ഡ് റീജിയൻ ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് പെരിസ്റ്റോമിയൽ റീജിയൻ ഓർ എപ്പിസ്റ്റോം. ഇതിൻ്റെ ടിപ്പിലായിട്ട് പുറത്തേക്ക് ബൾജ് ചെയ്തിരിക്കുന്ന ഒരു പോളാർ ഡിസ്ക് ഉണ്ട്, ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് പെരിസ്റ്റോമിയൽ ഡിസ്ക്. ഈ പെരിസ്റ്റോമിയൽ ഡിസ്കിൻ്റെ ഔട്ടർ മാർജിൻ എന്ന് പറയുന്നത് ഇറ്റ് ഫോംസ് എ പ്രൊജക്റ്റിംഗ് റിം കോൾഡ് പെരിസ്റ്റോമിയൽ ബോർഡർ ഓർ ലിപ്പ് ഓർ കോളർ. ദെൻ ഈ പെരിസ്റ്റോമിയൽ ഡിസ്കിനും പെരിസ്റ്റോമിയൽ ലിപ്പിനും ഇടയിലായിട്ട് കാണുന്ന സ്ട്രക്ചറാണ് പെരിസ്റ്റോമിയൽ ഗ്രൂവ്. ദെൻ പെരിസ്റ്റോമിയൽ ഗ്രൂവിൻ്റെ ഒരു എൻഡിൽ ഒരു ഡിപ്രഷൻ കാണാം, വിച്ച് ഇസ് കോൾഡ് വെസ്റ്റിബ്യൂൾ ഓർ പെരിസ്റ്റോമിയൽ ഫണൽ ഓർ ഇൻഫണ്ടിബുലം. ഈ വെസ്റ്റിബ്യൂള് അകത്തേക്കാണ് ലീഡ് ചെയ്യുന്നത്. ഇറ്റ് ലീഡ്സ് ഇൻവേർഡ്സ് ടു എ ട്യൂബുലർ സൈറ്റോഫാരിങ്സ് ത്രൂ എ സ്മോൾ ഓപ്പണിംഗ് കോൾഡ് സൈറ്റോസ്റ്റോം. ഈ പെരിസ്റ്റോമിയൽ ഗ്രൂവും വെസ്റ്റിബ്യൂളും സൈറ്റോഫാരിങ്സും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇൻജസ്റ്റേറ്ററി അപ്പാരറ്റസ് ഫോം ചെയ്യുന്നത്. ഇൻജസ്റ്റേറ്ററി അപ്പാരറ്റസ് ഇവർക്ക് ഫുഡ് ഇൻടേക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ്. സോ പെരിസ്റ്റോമിയൽ ഗ്രൂവ്, വെസ്റ്റിബ്യൂൾ ആൻഡ് സൈറ്റോഫാരിങ്സ് ടുഗദർ ഫോം ആൻ ഇൻജസ്റ്റേറ്ററി അപ്പാരറ്റസ് ഫോർ ഫുഡ് ഇൻടേക്ക്. ഇവരുടെ ബോഡിയിൽ സീലിയ യൂണിഫോമിൽ എല്ലായിടത്തും പ്രസൻ്റ് ആയിരിക്കില്ല. ഒരു ഡെഫിനിറ്റ് ഏരിയയിലേക്ക് മാത്രം റെസ്ട്രിക്റ്റഡ് ആയിരിക്കും സീലിയ എന്ന് പറയുന്നത്. ആൻഡ് ആ ഏരിയ ആണ് അഡോറൽ സോൺ എന്ന് പറയുന്നത്. പെരിസ്റ്റോമിയൽ ഡിസ്കിന് ചുറ്റും 3 കോൺസെൻട്രിക് റോസിലായിട്ടാണ് അഡോറൽ സീലിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദേ ഫോം 2 സർക്കുലർ സിലിയറി ബാൻഡ്സ്, the inner band with a double row of cilia and the outer one with a single row. സോ ഈ സീലിയ എന്ന് പറയുന്നത് ഈ വെസ്റ്റിബ്യൂളിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സീലിയയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫുഡ് കളക്ഷൻ ആൻഡ് ഇൻജഷൻ, ആൻഡ് ഇറ്റ് ഓൾസോ സെർവ്സ് ആസ് ടാക്ടൈൽ സ്ട്രക്ചേഴ്സ്. ഇവരുടെ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് കോർട്ടിക്കൽ റീജിയനും ഉണ്ട്, മെഡുല്ലറി റീജിയനും ഉണ്ട്. കോർട്ടിക്കൽ മീൻസ് ഔട്ട്സൈഡ് എക്ടോപ്ലാസ്മിക് റീജിയനും ഉണ്ട്. ദെൻ മെഡുല്ലറി ഇൻസൈഡ് എൻഡോപ്ലാസ്മിക് റീജിയൻസും ഉണ്ട്. എക്ടോപ്ലാസത്തിൽ കാണുന്ന സ്ട്രക്ചേഴ്സ് ആണ് കോൺട്രാക്റ്റൈൽ വാക്യൂൾസ് ആൻഡ് മയോനീംസ്. ദെൻ എൻഡോപ്ലാസത്തിൽ കാണുന്ന സ്ട്രക്ചറാണ് ഡൈമോർഫിക് ന്യൂക്ലിയർ അപ്പാരറ്റസ്, അതായത് മൈക്രോ ന്യൂക്ലിയസും മാക്രോ ന്യൂക്ലിയസും, അതേപോലെ സെവറൽ ഫുഡ് വാക്യൂൾസ്, പിഗ്മെന്റ് ഗ്രാനുൾസ് ആൻഡ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. വോർട്ടിസെല്ലേൻ്റെ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഹോളോസോയിക് ആണ്, ആൻഡ് റീപ്രൊഡക്ഷൻ ഈസ് സെക്ഷുവൽ ബൈ ബൈനറി ഫിഷൻ, and also often nuclear reorganization occurs by conjugation. This is all about phylum Coeliophora and example Vorticella.